അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സിലുവിൻ്റെ ഒരു ഫേവറേറ്റ് ടോയ് ആണ്. കുട്ടിക്ക് ഒരു ലോഡ് ടോയ്സ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ്റെ മുടി പിടിച്ച് വലിക്കാനാണ്. അപ്പോൾ അത് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു നോമ്പ് തുറ പ്രിപ്പറേഷൻസ് ആണ്. റമദാനല്ല, സോറി, നോമ്പ് തുറ പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സിലുവിനായിട്ട് കിച്ചണിൽ പോകാനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓക്കെ ആവോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് കരുതിയിട്ടാണ്. ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുത്തിക്കാണ്. ഉറങ്ങിച്ചതാണ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഇവിടെ ഒരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. 4 മണി ആവാനായിട്ടുള്ളൂ, ബാങ്ക് കൊടുക്കാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരുത്തിയിട്ടൊന്ന് പോയി വെക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇരിക്കുമെന്ന് എനിക്ക് വലിയ പിടുത്തല്ല കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ പോയാൽ എൻ്റെ പിന്നാലെ പോരും. അപ്പം മെല്ലെ പോയോക്കട്ടെ അതെങ്ങനെയെന്ന് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിട്ട് പോകാൻ കരുതിയിട്ടേ ഇങ്ങനെ ക്യാമറയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമോ എന്നുള്ള രീതിയിൽ എന്തൊക്കെ എടുത്ത് വായിലിടണമൊക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് മെല്ലെ കിച്ചണിൽ പോയി നോക്കി വെക്കാം എന്താണ് അവസ്ഥ. ചിലപ്പോൾ എൻ്റെ പിന്നാലെ പോരും. ഇതൊക്കെ ഓന് വലിച്ചിടണം കേട്ടോ. അതൊക്കെ ഓൻ്റെ പണിയാണ്. അത് ഒതുക്കി വെക്കണത് വലിച്ചിടാൻ. അപ്പോൾ ഞാനിതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ച് ഇട്ടിരിക്കുകയാണ്. അതാ കരയിൽ തുടങ്ങി. ഫുള്ള് കരച്ചിലാണ്. ഇനി ആ കരച്ചിലൊന്ന് മാറ്റിയെടുക്കണം. എന്താ അറിയില്ല, കുട്ടിയുടെ മൂഡ് തീരെ അങ്ങോട്ട് ശരിയാവണില്ല. ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു. അങ്ങനെ കരഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. കാരണം നമ്മൾ യൂട്യൂബിൽ കുട്ടികളുടെ ഇതിനെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കരി തന്നെ ഞാനത് മ്യൂട്ട് ചെയ്യാം കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാനത് കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. നന്നാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. പിന്നെ ഇതാ കുറച്ച് ഞാൻ പറഞ്ഞില്ല നോമ്പ് തുറ ഉണ്ടെന്ന്. അതിന് കുറച്ച് മീനും ചിക്കനൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ കട്ട് ചെയ്തത് റെഡിയായില്ല. പക്ഷെ സിലുവിൻ്റെ മൂഡ് തീരെ ശരിയല്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഞാനത് അവിടെ ഇട്ടിട്ട് ഓൻ്റെ അടുത്ത് വന്നിരുന്നു. കുട്ടിയിൽ കളിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വേസ്റ്റ് കൊണ്ടിടാൻ പോവാം. ക്യാമറയ്ക്ക് നോക്കുക കേട്ടോ. വേസ്റ്റിട്ട് ഞാനും സിലു ബേബി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ല വെയിലാണ്. ഭയങ്കര വെയിൽ. ഞാൻ ഡ്രസ്സ് ഉണക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ടൈമിൽ ഇറങ്ങിയ സീനായിരിക്കും. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പേ കാറിൽ നിന്ന് ബാറ്റ് എടുക്കാൻ പിന്നെ ജിൽബേനായിട്ട് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നല്ലേ. അവിടെ തന്നെ കേട്ടോ നമ്മളെ കച്ചറ ബോക്സും. ഈ വണ്ടി ആരതാണാവോ, ഇത് ഇവിടെ നനങ്ങലേ കാണില്ല. രാവിലെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ആൾക്ക് ഡ്യൂട്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ റൂമിലൊരു എന്തോ അഗ്രികൾച്ചറോ എന്തോ ഒരു വലിയ ഓഫീസറാണ്. അങ്ങനെ പിന്നെ അവിടെ ഇതിൻ്റെ 2 വീട് ഇപ്പുറം കുറച്ച് അതിനെ ഫുഡ് കൊടുക്കലാണ് കേട്ടോ. ഞാൻ ഇന്നലെ പോയിട്ട് മേടിച്ചിരുന്നു. ഫുഡ് മേടിച്ച് വെറുതെ മേടിച്ചത് രസം ഉണ്ടോ നോക്കാൻ. പക്ഷേ അതിലത്ത് വലിയ അരിയായി. കാരണം ഞാൻ ചിക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ ആരോ നാട്ടിൽ നിന്ന് കൊടുന്ന വെച്ചിട്ട് എന്തൊക്കെയോ കച്ചറ ബോക്സൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇതുപോലത്തെ കച്ചറ ബോക്സിന് ചിലപ്പോൾ നമുക്ക് നല്ല ഐറ്റംസൊക്കെ കിട്ടും തരഞ്ഞാൽ. ഇക്കല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യിപ്പിക്കാനല്ല എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ തിരയുമ്പം ഇതിപ്പോൾ ഞാൻ തന്നെ തിരയും. ആരൊക്കെയോ ക്ലോത്ത്സൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട്. അതാ നോക്കിയ ഒരു പാത്രം, ഒരു അടപ്പ്. ലഞ്ച് ബോക്സൊക്കെ നല്ലതാട്ടോ. ഈ ലഞ്ച് ബോക്സ് ഈ അടപ്പ് ഞാൻ എടുക്കും. ബിക്കോസ് നീ കിടന്നില്ല. പാത്രം പിന്നെ ആകെ നാശിക്കണം. അതുകൊണ്ട് വേണം. അപ്പോൾ നമ്മൾ കച്ചറിട്ട് തിരിച്ചു വന്ന് ഭയങ്കര വെയിലും അതിൻ്റെ അടുക്ക് സിലു ബേബിൻ്റെ എടുക്കലും പാടെ നടക്കൂല. അപ്പം ഞാൻ ആ പാത്രത്തിൻ്റെ അടുപ്പ് എടുത്തു കേട്ടോ. ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ എടുക്കും. ഞാൻ മാത്രമല്ല, ഇവിടെ അടുത്തുള്ള ആരും എടുക്കാറുണ്ട്. ലൈക്ക് അത് നല്ല സാധനമാണ്, നമുക്ക് യൂസ് ചെയ്യാമല്ലോ കഴുകി വൃത്തിയാക്കിയാൽ. ആ ഒരു പാത്രമുണ്ട്. ഒന്നുമില്ല, നമുക്ക് വേസ്റ്റെങ്കിലും ഇട്ടേക്കാം. നല്ല ബോക്സാണ്. ഇനിയും അവിടെ കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ടാവും. ഞാൻ എടുത്തില്ല കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നല്ല ബെഡ്ഷീറ്റ്സൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. കാരണം സിലു ബേബിനായിട്ടേ പറ്റണില്ല. ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് പോയി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് സെറ്റാവും.
ആരാ ഇല്ല. ഞാൻ കരുതി പുറത്ത് പോയി വന്നാലും സെറ്റ് ആവണ്ടാവും. പക്ഷെ ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെയാണ്. ഇതൊക്കെ തോന്നണില്ലെന്നൊന്നും ഉണ്ടാക്കൽ നടക്കുന്നു. ബിക്കോസ് ഇവൻ്റെ മൈൻഡ് ഓക്കെ ആവാതെ ഒന്നും നടക്കാൻ പോണില്ല. എന്തിനാ കരയണത് എനിക്ക് തന്നെ ഒരു പിടുത്തല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ പോയി വന്നപ്പോൾ ഞാൻ ആകെ കുഴങ്ങി. നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട് ഇപ്പോൾ. അതും ഈ ഒരു ഇതിൻ്റെ ടൈമിൽ നമ്മൾ ഇറങ്ങിയപ്പോഴേ ആകെ ഒരു ടയേർഡ്നെസ്. അപ്പോൾ എന്തായാലും ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം. കാരണം വേസ്റ്റ് ഇട്ടതിന് ഭയങ്കര ക്ഷീണം. അയ്യോ പറ്റണില്ല, മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ശ്രമം അവസാനിപ്പിച്ച് ഞാൻ വന്നിട്ട് ഇവിടെ വന്നിരുന്നു. എന്തോ സമ്മതിക്കണില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി 4:15 ആയിക്കണ്. ഒരു 6 സംതിങ്ങിനാണ് ഇവിടെ ബാങ്ക്. 6:35 ആകുമ്പോൾ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടാക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ നോക്കാം, കുറച്ച് കഴിയുമ്പോഴത്തേനും സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചോട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാൽ കുറച്ച് നേരം ഇരുന്ന് കളിക്കുന്നുണ്ടാവും. അപ്പോൾ അതാ ഒന്നും നടക്കാൻ പോണില്ല. ബിക്കോസ് സമ്മതിക്കണില്ല. എന്താ കുട്ടിക്ക് വെയ്യാണ്ടാണോ എന്താണെന്ന് മനസ്സിലാവണില്ല. ഒന്നും സമ്മതിക്കണില്ല. ഫുള്ള് മേത്ത് ഇങ്ങനെ കയറാം. അപ്പോൾ ഞാൻ സിലുബേബിയുടെ മൂടൊക്കെ ഒന്ന് ശരിയാക്കി ഞാൻ അടുക്കളയ്ക്ക് തന്നെ കയറാൻ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ കുറച്ച് നേരം ഇരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിൻ്റെ അടുക്ക് കുറച്ച് പണികൾ തീർക്കാമെന്ന് വിചാരിച്ച്. ഈ സാധനം നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് കിച്ചണിൽ എപ്പോഴും നമുക്കുള്ളൊരു എന്താണ് കത്തി മൂർച്ചല്ലായിക. ഇത് വെച്ചിട്ട് ഈസിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇത് അത്യാവശ്യം നല്ല മൂർച്ച വരും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഒരു 4-5 പ്രാവശ്യം അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ബേബി ഇപ്പോൾ അതാ പൊട്ടാറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൈ കൊടുത്താൽ കുട്ടിക്ക് വേണ്ട. കുട്ടിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് താല്പര്യം. എന്നാൽ ഞാൻ എന്തെങ്കിലും കൈ കൊടുത്താൽ അതിരുന്ന് കഴിക്കുമോ എന്ന് വെച്ചാൽ അത് വേണ്ട. നമുക്കൊരു ഈത്തപ്പഴം ജസ്റ്റ് കൊടുത്തു നോക്കിയേക്കാം. മേ ബി കഴിക്കും, ചിലപ്പോൾ കഴിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനൊരു ഈത്തപ്പഴം കൈ കൊടുത്തു നോക്കിയോട്ടെ. ഒരു ഈത്തപ്പഴം കൈ കൊടുത്തിട്ട് അവനെ റോക്കറിൽ ഇരുത്തി. ബിക്കോസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടേ മുളകൊക്കെ എടുക്കുക, കൊട്ടയത്തൊക്കെ ആ കൊട്ടയത്തെ സാധനങ്ങളൊക്കെ ഫുള്ള് വലിച്ചിടുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട് ഇരുത്തി. അതായിട്ട് കളിക്കുകയാണ്. ചിലപ്പോൾ കഴിക്കുമായിരിക്കും. കുറച്ച് നേരമൊക്കെ ഇരിക്കട്ടെ എന്ന് എഴുതി. ഞാൻ 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഒരാൾ ഒറ്റയ്ക്കിരുന്നു ഭയങ്കര ചിരിയും കളിയും വർത്തനൊക്കെ കേട്ടോ. ആരോടാണെന്ന് അറിയില്ല, ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ആ ഈത്തപ്പഴം കഴിച്ചില്ല. അത് പിന്നെ എനിക്കൊരു ടെൻഷൻ. അത് കുറച്ച് കട്ടിയുള്ളതായിരുന്നു. സാധാരണ സോഫ്റ്റ്നെസ് ഉള്ളതാണ് കഴിക്കൽ. ഞാനത് മാറ്റിയിട്ട് ഒരു ചെറിയ പീസ് മുസമ്പി കൊടുത്തു. അൽഹംദുലില്ലാ അത് കഴിച്ചിട്ടുണ്ട്. കുഞ്ഞു പീസായിരുന്നു. ഇനി അത് അവിടെ എവിടെയും കെടുക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. മേ ബി അത് അവിടെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര നേരം ഇരിക്കുമെന്ന് അറിയില്ല. എനിക്ക് ഇരിക്കണേക്കാളും ഇഷ്ടം കൂടി കളിക്കാനാട്ടോ. മൂഡ് മാറുന്നുണ്ട്. പക്ഷേ കളിക്കാൻ ഇരുത്തിയാലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് കാരണമാണ് ഇരുത്താത്തത്. അപ്പോൾ അതാ ബാക്കിയുള്ള ഭാഗമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ വേഗം പൊരിച്ച കടിയൊക്കെ ഉണ്ടാക്കി. പഴംപൊരി, അതേപോലെ പൊട്ടാറ്റോ ബജി അതൊക്കെ ഉണ്ടാക്കിയത്. സിരുവേബി ഇതാ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഉരുട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ ഫുള്ള് ഡ്രസ്സിലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ടേബിളുമ്പോൾ കൊടുന്ന് സെറ്റാക്കി വെച്ചു. ഇങ്ങനെയൊക്കെയാണ്. സിലുബേബിനായിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് ഡ്രസ്സ് ഉണക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിലുബേബിക്ക് പ്ലമ്മും കാര്യങ്ങളൊക്കെ കൈ കൊടുത്തിരുന്നു. അപ്പോൾ ഞാനായിട്ട് പുറത്ത് പോയിട്ട് ഇരിക്കണം. എൻ്റെ മൂഡ് അങ്ങനെ ശരിയല്ല. അപ്പോൾ ഇന്ന് എന്തോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പുറത്തേക്ക് പോയാൽ കുറച്ചൊന്ന് നോക്കിയാന്ന് ഇരുത്തിയിട്ട് റോക്കർ എടുത്തിട്ട് ആദ്യം അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വരണം. ആദ്യം ഞാൻ ഈ ബക്കറ്റ് 2-3 ഉണ്ടാവും, അത് 3 അവിടെ കൊണ്ടുപോയി വെക്കും. അതിന് ശേഷം ഞാൻ സിലുബേബിനെ അവിടെ കൊണ്ടുപോയിരുത്തും. എന്നിട്ട് ഞാൻ വേഗം പോവുക ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഈ സാധനം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ നാട്ടിലത്തെ ഒരു പ്ലമ്മിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്താ ഫ്രൂട്ട് എന്ന് പറയാൻ എനിക്കും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഫ്രൂട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മോനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ ഒന്ന് മൂടി വെച്ചു. ഇനി സിലുബേബിനെ പുറത്ത് കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുമൊന്ന് ചാടാൻ നോക്കുകയെ, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഓനെ അത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇരുത്തിയിരിക്കണം.
ഇനിയിപ്പോൾ അത് അവിടെയാണ് നമ്മൾ ഡ്രസ്സ് ഉണക്കൽ കേട്ടോ. ഞാൻ വേഗം ഡ്രസ്സ് ഉണക്കാൻ നോക്കട്ടെ. കുറച്ച് നേരമുള്ള ഇരിക്കുക, കാരണം എൻ്റെ മൂഡ് ഞാൻ മാറി കഴിഞ്ഞാൽ പിന്നെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ആൾ കരയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരച്ചിലാണേ. അങ്ങനെ വേഗം റെഡി ആക്കിയപ്പോഴത്തേനും ഇതാ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ, അസ്സലാമു അലൈക്കും.